ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, ഞാൻ ടേപ്പൊക്കെ കഴുത്തിലിട്ട് നിൽക്കുന്നുണ്ടല്ലേ, എന്താണെന്ന് ആലോചിക്കായിരിക്കുമല്ലേ? ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അതിന് മെഷർമെൻറ്റ് കിട്ടണം. ആ ഒരു ഫാബ്രിക്കിനെ ഗാർമെൻ്റ് ആക്കുന്നതിന് മുന്നേ അതിന് നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടണം, അല്ലേ? നമ്മളിപ്പോൾ ആർക്കാണോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവരെ മെഷർമെൻറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ മെഷർമെൻറ്റ് എടുക്കാൻ അത്ര തന്നെ ബോഡിയിൽ എടുക്കാൻ അറിയാത്തവരായിരിക്കും പകുതിയിലേറെ വരും. അപ്പോൾ നമുക്കൊരു ബോഡിയിൽ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് ഡ്രസ് ഫോം. ഈ ഡ്രസ് ഫോമിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നാൽ, ഒരു സ്റ്റിച്ച് ചെയ്യാത്ത ഒരു ഗാർമെൻറ്റിനെ, ഒരു ഫാബ്രിക്കിനെ, ഗാർമെൻ്റ് അല്ല ഫാബ്രിക്കിനെ, സ്റ്റിച്ച് ചെയ്യാത്ത ഒരു ഫാബ്രിക്കിനെ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ രൂപത്തിലാക്കി വെക്കാൻ നമ്മളിത് യൂസ് ചെയ്യും. അതായത് ഒരു ഫാബ്രിക്കിനെ പിന്നെ യൂസ് ചെയ്തിട്ട് ഒരു ഗാർമെൻ്റ് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ് ഫോം യൂസ് ചെയ്യാറുണ്ട്. അതാണ് മാനിക്യൂൺ. കാണുന്നില്ലേ, ഇതാണ് മാനിക്യൂൺ. മാനിക്യൂൺ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? മാനിക്യൂൺ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് മാനിക്യൂൺ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ തന്നെ ഡ്രസ്സ് പിൻ ചെയ്തിട്ട് ആ ഒരു ഡ്രസ് ഫോമിലേക്ക് വരുത്താം. ഒരു ഫാബ്രിക്കിനെ ഡ്രസ് ഫോമിലേക്ക് വരുത്താനും നമ്മൾ മാനിക്യൂൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്നത് ഡ്രസ് ഫോമിലാണ്. അപ്പോൾ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ നോക്കാം അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒരു നെക്കിന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ കഴുത്തില്ലേ, അറിയാലോ, ഇതാണ് നമ്മുടെ കഴുത്ത്. ഈ കഴുത്തിൻ്റെ റൗണ്ട് എടുക്കണം. ഇഞ്ചസ് വൈസ് ആണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാറ്. ഓക്കെ, ഈ ഒരു കഴുത്തിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ടോട്ടൽ വരുന്നതാണ് 15 ഇഞ്ച്. ഈ 15 ഇഞ്ചിനെ 4 ആക്കി മടക്കണം. അതെന്തിനാണ് നമ്മൾ 4 ആക്കി മാറ്റുന്നത്? 4 ആക്കി മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളൊരു ഫാബ്രിക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫാബ്രിക്കിനെ നേരെ നിവർത്തി വെച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുക. ആ ഫാബ്രിക്കിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയതാണ് ഈ 15. ഈ 15 ഇഞ്ചിനെ നമ്മൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3.25 കിട്ടും. ഒരു 3.5 എടുത്തോ, നിങ്ങൾ ഒരു 3.5 എടുത്തോ. അപ്പോൾ നോർമൽ ഒരാൾക്ക് നെക്കിന് വിടുത്ത് വരുന്നതാണ് 3.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി ചിലവർക്ക് അത്രയും വിടുത്ത് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 3 ഇഞ്ച് വരെ എടുക്കാം. അതായത് ഇപ്പം എനിക്കൊരുപാട് ഹൈ വിടുത്തുള്ള നെക്ക് ഇഷ്ടമല്ല എന്ന് കരുതിക്കോ, ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ഒരു 3 ഇഞ്ചാണ്. കുറച്ചൊരു വിടുത്തിലുള്ള നെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്, വൈഡ് ആയിട്ടുള്ള നെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് 3.5, 3.25 വരെ എടുക്കാം, 4 വരെ എടുക്കാം. ഇത് ആളുകളുടെ സൈസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ 3.25 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്ക് കിട്ടും. കുറച്ചൊരു ഫാറ്റ് ആയിട്ടുള്ള കുറച്ചൊരു തടിയുള്ള ഒരാൾക്കാണെങ്കിലോ അവർക്കൊരു 4 ഇഞ്ച് 4.5 ഇഞ്ച് വരെ ചിലവരെടുക്കും വൈഡ് നെക്കിന് വേണ്ടി. ഇനി നോർമൽ നെക്കിനാണെങ്കിൽ 3, 3.5 വരെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു 3.5, 3.25 അടുത്താണ്. ഓക്കെ അല്ലേ? അത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാൻ നോക്കാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഹാഫ് കാണണം. നമുക്കിവിടെ ഓൾറെഡി ഷോൾഡർ വന്നിരിക്കുന്നത് 4 ആണ്. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ലൈൻ കാണുന്നില്ലേ? ഈ ഒരു ലൈനാണ് ഇതിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ടേപ്പ് വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നോർമൽ ഒരാൾക്ക്, ഒരുപാട് വൈഡ് നെക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വരുന്നത് 6 ഇഞ്ച് വരെ ലെങ്ത്ത് വരാം. അത് നമുക്കിത് ഈ രീതിയിൽ വരും. നമുക്ക് നെക്ക് വരുന്ന സമയത്ത് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇത്രത്തോളം ഒരു നെക്ക് വരും. ഓക്കെ അല്ലേ? ഇനി കുറച്ചും കൂടി വൈഡായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു 7 ഇഞ്ച് വരെ നെക്ക് ലെങ്ത്ത് എടുക്കാം. ഓക്കെ, ഈ രീതിയിലാണ് നെക്ക് ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് 7 ഇഞ്ച് എന്ന് പറയുമ്പം ഒരു ഇത്ര തന്നെ നെക്ക് വരും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ നെക്ക് എടുക്കാറ്. ഓക്കെ, ഇപ്പം നോർമൽ ഒരാൾക്ക് വരുന്നത് 3 ഇഞ്ച് വിടുത്ത്, അതായത് നെക്കിൻ്റെ വിടുത്ത് എന്ന് പറയുമ്പം നമുക്ക് ഈ ഒരു സെൻറ്റർ പാനൽ കാണില്ലേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് എടുക്കാം. നമ്മൾ ഫാബ്രിക്കിനെ 4 ആയിട്ട് മടക്കും. 4 ആയിട്ട് മടക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം മതിയെങ്കിലോ നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുക.
അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 ഇഞ്ച് വിടുത്തെടുക്കാം. ഒരു നോർമൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്, ഒരുപാട് വൈഡ് നെക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത നോർമൽ ഒരാൾക്ക് 3 ഇഞ്ച് വിടുത്തും 6 ഇഞ്ച് ലെങ്ത്തും യൂസ് ചെയ്യാം. ഇനി കുറച്ച് വൈഡ് നെക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 4 ഇഞ്ച് വിടുത്തും ഒരു 7 ഇഞ്ച് വരെ ലെങ്ത്തും യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം എങ്ങനെ നമുക്ക് നെക്കിന് മെഷർമെൻറ്റ് എടുക്കാമെന്നുള്ള മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്ക് നെക്കിന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളത് നോക്കാം. ബാക്ക് നെക്കിന് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്നാണ് ടാപ്പ് വെക്കേണ്ടത്. ഇത് ആളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരാൾ 3 ഇഞ്ച് വരെ ലെങ്ത്ത് കൊടുക്കും. വിഡ്ത്ത് ഫ്രണ്ടിനും ബാക്കിനും സെയിം ആണ്. അതായത് നിങ്ങൾ വിഡ്ത്ത് ഫ്രണ്ടിന് 3 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ബാക്കിന് വരിക. ഇനി 4 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ബാക്കിന് വരിക. ലെങ്ത്ത് മാത്രമേ ചേഞ്ച് ആവുകയുള്ളൂ. അപ്പോൾ ചിലവർക്ക് ഒരുപാട് വൈഡ് നെക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 3 ഇഞ്ച് വരെ ലെങ്ത്ത് എടുക്കാം. ഇനി വൈഡ് നെക്ക് ഇഷ്ടമുള്ളവർക്ക് 6 ഇഞ്ചും 7 ഇഞ്ചും 8 ഇഞ്ചും വരെ നെക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ചിലവരുടെ സാരി നിങ്ങൾക്ക് കാണാം, സാരീൻ്റെ ബ്ലൗസ് അത്യാവശ്യം നല്ല വൈഡ് നെക്കാണ് കൊടുക്കുക. നല്ല വൈഡ് നെക്ക് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ 8 ഇഞ്ച് വരെ ലെങ്ത്ത് യൂസ് ചെയ്യാം. ഇനി അതല്ല നോർമൽ മതി എന്നുള്ളവർക്ക് ഒരു 6 ഇഞ്ച് വരെ യൂസ് ചെയ്യാം. ഇനി അത്ര തന്നെ നെക്കിനോട് ബാക്ക് നെക്കിനോട് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് 3 ഇഞ്ച് വരെ യൂസ് ചെയ്യാം. ഇതിലേത് യൂസ് ചെയ്താലും നമുക്ക് നെക്ക് യൂസ് ചെയ്യാൻ കംഫർട്ട് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് 3 ഇഞ്ചും 6 ഇഞ്ച് വരെ ഒരു നോർമൽ നെക്കിന്. ഫ്രണ്ടിൽ ഇനി വൈഡ് നെക്ക് ഇഷ്ടമുള്ളവർക്കോ 4 ഇഞ്ചും 7 ഇഞ്ചും 8 ഇഞ്ചും വരെ എടുക്കാം. ഓക്കെ അല്ലേ? ഇനി 8 ഇഞ്ച് കുറച്ച് ഓവറാണ്, 7 ഇഞ്ച് വരെ മതി കേട്ടോ. ഓക്കെ, ഇനി ബാക്കിലാണെങ്കിലോ, ബാക്കിൽ നമുക്ക് നെക്ക് എടുക്കുന്ന സമയത്ത് വിഡ്ത്ത് ഫ്രണ്ടിൽ തന്നെ നെക്കാണ് നമുക്ക് ബാക്കിലും വിഡ്ത്ത് വരിക, സെയിം ആണ്. ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 3 ഇഞ്ച് എടുക്കാം, അതുപോലെ തന്നെ 6 ഇഞ്ച് എടുക്കാം, 7 ഇഞ്ച് എടുക്കാം. ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് മാറ്റി കൊടുക്കാം. അപ്പം നെക്ക് എങ്ങനെ എടുക്കാന്നുള്ള മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോൾഡർ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഷോൾഡർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആം ഹോൾ പോയിന്റ് കാണില്ലേ, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ടേപ്പ് വെക്കേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ആം ഹോൾ എൻഡ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ടേപ്പ് വെക്കേണ്ടത്. പക്ഷേ ഒരിക്കലും നമ്മൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇത് കറക്റ്റ് കിട്ടില്ല. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ആം ഹോൾ പോയിന്റിൽ നിന്നും ഇങ്ങനെ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കണം മെഷർമെൻറ്റ്. ഒരിക്കലും ഈ രീതിയിൽ മെഷർമെൻറ്റ് എടുക്കരുത്. ഷോൾഡർ എടുക്കുന്നത് ഈ രീതിയിലാണ്. ഈ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു മാനിക്യൂണിന്മേൽ 14 കിട്ടുന്നത്, 14 ഇഞ്ചാണ്. നോർമൽ ഒരാൾക്ക് ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. പക്ഷെ ചിലവർക്ക് ഓരോരുത്തർ പേഴ്സൺസിന് വെച്ച് മാറ്റങ്ങൾ വരും. ചിലവർക്ക് കുറച്ച് വൈഡ് ഷോൾഡർ ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ഷോൾഡർ ഉണ്ട്. എനിക്ക് വരുന്നത് ഒരു 15 ഇഞ്ചാണ്. അതല്ലാതെ നോർമൽ എല്ലാവർക്കും ഷോൾഡർ വരാറ് 14 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് ഈ ഒരു ആം ഹോളിൻ്റെ സ്റ്റാർട്ട് മുതൽ ഈ ആം ഹോളിൻ്റെ എൻഡ് വരെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ആം ഹോളിൻ്റെ സ്റ്റാർട്ട് മുതൽ ഈ ആം ഹോളിൻ്റെ എൻഡ് വരെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 14 ഇഞ്ചാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ചെസ്റ്റ് റൗണ്ട് എടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ചെസ്റ്റ് റൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ടേപ്പ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ബെസ്റ്റ് പോയിന്റ് കാണുന്നില്ലേ, ആ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ ടേപ്പ് മൂവ് ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഈ രീതിയിലാണ് നമ്മൾ എടുക്കാറ്. ഇതിനിപ്പോൾ വരുന്നത് നമ്മൾ ഈ ഒരു ഫിംഗർ കാണില്ലേ, ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ലൂസിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം ബോഡി ഫിറ്റായ രീതിയിൽ നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 37 ഇഞ്ചാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു ഫിംഗർ ഇങ്ങനെ മൂവ് ആവുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 37 ഇഞ്ച് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്, ഈ ഒരു രീതിയിൽ. ഓക്കെ അല്ലേ? ചിലവർക്ക് ബെസ്റ്റ് പോയിന്റിൽ അത്ര ഷേപ്പ് കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ 37 നിന്നും 1 ഇഞ്ച് ആഡ് ചെയ്യാം. ഒരു 38 ഇഞ്ച് എടുക്കാം. എന്നിട്ട് അതിന് തയ്യൽ തുമ്പ് നമ്മൾ വേറെ കൊടുക്കണം. 38 ഇഞ്ച് എടുത്താലും തയ്യൽ തുമ്പ് നമ്മൾ വേറെ കൊടുക്കണം. അതായത് സീം അലവൻസ് വേറെ കൊടുക്കണം. ഇപ്പം നമ്മൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എടുത്തത് 37 ഇഞ്ച്, അതിനോടൊരു 1 ഇഞ്ച് കൂട്ടിയെടുക്കുക, പിന്നെ തയ്യൽ തുമ്പ് വേറെയും കൊടുക്കുക. ഓക്കെ അല്ലേ? ആ രീതിയിലാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാറ്. ഇനി ഒരുപാട് ഷേപ്പിൽ വേണ്ടിയവർക്ക് കറക്റ്റ് 37 എടുക്കുക, പിന്നെ അതിനോട് സീം അലവൻസ് വേറെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആം ഹോളിന് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണാം, ഇതിന് കൈയില്ല. അപ്പോൾ നമുക്ക് ആം ഹോൾ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം നമുക്ക് മാനിക്യൂൺമേൽ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആം ഹോളിന് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് ടേപ്പ് പിടിക്കേണ്ടത്. ഈ രീതി ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ടേപ്പ് പിടിക്കുക.
ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ആം ഹോൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ ടേപ്പ് പിടിക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ടോ 17 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് ആം ഹോൾ കിട്ടിയിരിക്കുന്നത്. ഈ 17 ഇഞ്ചിനെ നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യുക. ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ആണ് നമുക്ക് ആം ഹോൾ കിട്ടുക. ഈ 17 നമുക്ക് രണ്ടായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഏതൊക്കെ മെഷർമെൻറ്റ് എടുക്കാൻ ഇപ്പോൾ പഠിച്ചു? നെക്ക് പഠിച്ചു, നെക്ക് ഫ്രണ്ടും ബാക്കും പഠിച്ചു, അതുപോലെ തന്നെ ഷോൾഡർ പഠിച്ചു, ചെസ്റ്റ് റൗണ്ട് പഠിച്ചു, ആം ഹോൾ പഠിച്ചു. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാന്നുള്ളത്? ഓക്കെ, ഇതിലേറെ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അതായത് ഹിപ്പ്, വേസ്റ്റ്, ലെങ്ത്ത്, ബോട്ടം, ഇതിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുന്നതുണ്ട്. അത് നമ്മുടെ 1 ഇയർ കോഴ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ മെഷർമെൻ്റ് ഒക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളത്? ഓക്കെ, താങ്ക് യു.